പ്രതിഷേധങ്ങൾക്കിടെ കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് വധക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ ഇപ്പോൾ എഴുതുകയാണ്. വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിലെ പ്രത്യേക കേന്ദ്രത്തിലാണ് പരീക്ഷ. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ ജുവനൈൽ ഹോമിനകത്ത് കയറി പ്രതിഷേധിച്ചു. MSF പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുതെന്ന് മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ആവശ്യപ്പെട്ടു. 10ാം ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ച കുട്ടികളെ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത സമയത്ത്, അങ്ങനെ നിയമമുള്ള സമയത്താണ് ഇപ്പോൾ ക്രിമിനലായ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതാൻ സമ്മതിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുകയാണ്. ഈ വർഷം അവർ പരീക്ഷ എഴുതണ്ട, അടുത്ത വർഷം അവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുട്ടികളിൽ ഒരു ബോധം വരിക ചെയ്യുക. അതൊന്നുമില്ലാതെ ഗവൺമെൻറ് ഇവരെ ഭാഗത്ത് തന്നെ എന്ന് ഞാൻ ന്യായീകരിച്ചു. അല്ലേ എൻ്റെ കുട്ടി തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ അവനതിന് പോയിട്ടല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തൃപ്തിപ്പെടാം. ഇതല്ല, എൻ്റെ കുട്ടി ആറടി മണ്ണ് കിടക്കുന്നു, ഇവരിവിടുന്ന് ആർക്കാ സഹിക്കാൻ? ഇതിന് എത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മുഹമ്മദ് ഷഹബാസിന്റെ വീട് സന്ദർശിച്ചു. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് വെള്ളിമാടുകുന്നിൽ നിന്ന്, സമീർ സി മുഹമ്മദ് താമരശ്ശേരിയിൽ ചേരുന്നു. ആദ്യം രാഹുൽ സുരേഷിലേക്ക് പോവുകയാണ്. രാഹുൽ, ഇതിൽ പ്രതികൾ മൈനറാണ്, അവർക്ക് നിയമത്തിന്റെ ആനുകൂല്യങ്ങളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം പ്രധാനമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് മോഡൽ പരീക്ഷയ്ക്ക് മികച്ച വിജയത്തോടെ മാർക്ക് വാങ്ങി SSLC പരീക്ഷയിലേക്ക് ആകാംക്ഷാപൂർവ്വം വളരെ കോൺഫിഡൻസോടെ എഴുതാൻ കാത്തിരുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റേതല്ലാത്ത കുറ്റത്തിന് കൊല്ലപ്പെട്ട ആറടി മണ്ണിൽ ഉറങ്ങുമ്പോൾ അതിന് കാരണക്കാരായവർ പരീക്ഷ എഴുതുന്നു എന്ന വല്ലാത്തൊരു വൈകാരികത വിഷയത്തിലുണ്ട്. രാഹുൽ, തീർച്ചയായിട്ടും ഹാഷ്മി, അത് തന്നെയാണ് അവൻ്റെ പിതാവും ഇന്ന് രാവിലെ തന്നെ പറഞ്ഞത്. അതായത് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാതെ മാറ്റി നിർത്തുന്നു, അപ്പോഴും ക്രിമിനലായ വിദ്യാർത്ഥികൾക്ക് പോലീസ് സംരക്ഷണയോടെ പരീക്ഷ എഴുതാനുള്ളൊരു അവസരം ലഭിക്കുന്നു. അത് നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം എന്ന് പറയാതെ മറ്റ് നിർവാഹമില്ല. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുന്നിലാണ്. ഇവിടെയാണ് ഷഹബാസ് കൊലക്കേസിലെ 5 പ്രതികളും പരീക്ഷ എഴുതുന്നത്. ഇപ്പോൾ ഏതാണ്ട് പരീക്ഷ ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിടുകയാണ്. രാവിലെ 8:30 കോഴിക്കോട് DO ആയിട്ടുള്ള അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചത്. 8:30 പരീക്ഷാ പേപ്പറുമായി എത്തി. 9:30 പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള സെന്ററിൽ ആ 5 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി ആരംഭിച്ചത്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നൊരു സമര പരമ്പരയ്ക്ക് തന്നെയാണ് വെള്ളിമാടുകുന്നിലെ ഈ ജുവനൈൽ ഹോമിന് മുൻവശം സാക്ഷിയാകേണ്ടി വന്നത്. രാവിലെ 6:30 KSUവിൻ്റെ ആദ്യ പ്രതിഷേധം ഉണ്ടായത്. അതിന് പിന്നാലെ MSFൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഓരോ ഘട്ടത്തിലും 10-ലധികം പ്രവർത്തകരാണ് ഓരോ തവണയും എത്തിയത്. അങ്ങനെ പരീക്ഷ ആരംഭിക്കുന്ന 9:30 വരെ ആ പ്രതിഷേധം നീണ്ടു നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 തവണയാണ് പ്രവർത്തകർ ഈ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൻ്റെ അകത്തേക്ക് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കയറിയത്. 2 തവണയും ആദ്യം 2 KSU പ്രവർത്തകർ കയറി. അതിനുശേഷം MSFൻ്റെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ 10-ലധികം പ്രവർത്തകർ മതിൽ ചാടി അകത്ത് കടക്കുകയായിരുന്നു. ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ സമാധാനപരമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഏത് നിമിഷവും ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ക്രമസമാധാന പാലനം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്, പോലീസ് വാഹനങ്ങൾ ഇവിടെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 12 മണിയോടെയാണ് പരീക്ഷ പൂർത്തിയാവുന്നത്. അതുകൊണ്ട് ആ സമയത്തും വലിയ പ്രതിഷേധത്തിനാണ് ഒരുപക്ഷെ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ പ്രതിഷേധക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ 5 വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നത് തന്നെയാണ്. അടുത്ത വർഷം വേണമെങ്കിൽ പരീക്ഷ എഴുതിക്കോട്ടെ, അതായത് ആ പിതാവ് ഉന്നയിച്ച അതേ ആവശ്യങ്ങൾ തന്നെയാണ് പ്രതിഷേധക്കാരും മുന്നോട്ട് വെച്ചത്. പക്ഷേ നിലവിലെ തീരുമാനം അനുസരിച്ച് 5 വിദ്യാർത്ഥികളെയും ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിൽ വിളിച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണ്. രാഹുൽ, ആദ്യം ഈ വൈകാരികതകൾ പരിഗണിക്കാതെ താമരശ്ശേരിയിലേക്ക് തന്നെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ കൊണ്ടുവരാനായിരുന്നു ആലോചന. അതിനുശേഷം അതിനെക്കുറിച്ച് വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ ഈ സെന്റർ മാറ്റാൻ, കോഴിക്കോട് മറ്റെവിടേക്കെങ്കിലും സെന്റർ മാറ്റുന്നതിനെ പറ്റി ആലോചന ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഏതൊരു സെന്റർ തീരുമാനിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പറയുന്ന അവിടെ തന്നെ കെയർ ഹോമിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയത്. അത് ഉറപ്പായും ഈ ഉണ്ടാവാനിടയുള്ള പ്രതിപക്ഷ സംഘടനകളുടെ വലിയ പ്രതിഷേധം കണക്കിലെടുത്ത് തന്നെയല്ലേ രാഹുൽ അവിടെ തന്നെ എക്സാം എഴുതിക്കാനുള്ള തീരുമാനം?
അതെ 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 ഹാഷ്മി, അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 5 വിദ്യാർത്ഥികളും പഠിക്കുന്നത്. ഇന്നലെ രാത്രി വരെയുള്ള തീരുമാനമനുസരിച്ച് മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തി തന്നെ ഈ പ്രതികളായ 5 വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതിക്കാനായിരുന്നു തീരുമാനം. ആദ്യഘട്ടത്തിൽ കുടുംബമാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. ഇന്നലെ രാവിലെ നമ്മൾ ആ വീട്ടിലെത്തുമ്പോൾ ആ കുടുംബം പറഞ്ഞതനുസരിച്ച് പരീക്ഷയെ എഴുതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം മറ്റു കുട്ടികളുടെ കൂടെ ഇരുത്തി പരീക്ഷ എഴുതിക്കരുത്, കാരണം അവർക്ക് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാകും. അതുമാത്രമല്ല വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം മാറ്റം വരുത്തണം, അതുകൊണ്ട് തന്നെ പരീക്ഷാ സെൻറ്റർ മാറ്റണമെന്ന ആവശ്യം ആദ്യം കുടുംബം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസും KSUവും പരസ്യമായി തന്നെ പ്രതിഷേധിക്കുമെന്ന കാര്യം പോലീസിനെ അറിയിച്ചത്. അതിനുശേഷം വലിയ ചർച്ചകൾക്ക് ശേഷമാണ് പോലീസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തിയ വലിയ ചർച്ചകൾക്കും ഒരുക്കങ്ങൾക്കും ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി പരീക്ഷാ കേന്ദ്രം മാറ്റുന്നുവെന്നും അത് വെള്ളിമാട് കുന്നിലെ ഒരു കേന്ദ്രത്തിൽ വെച്ച് പരീക്ഷ നടത്തുമെന്നും അറിയിച്ചത്. അപ്പോഴും പോലീസ് എവിടെ വെച്ച് പരീക്ഷ നടത്തുമെന്ന് അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എവിടെ പരീക്ഷ നടത്തിയാലും പരസ്യമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം യൂത്ത് കോൺഗ്രസും KSUവും അറിയിച്ചത്. അത് ഇന്ന് രാവിലെയാണ് നമ്മളിപ്പോൾ ഉള്ള വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ തന്നെയാണ് പരീക്ഷ എഴുതുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമായത്. പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഇവിടേക്ക് വലിയ പ്രതിഷേധമായി എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് 6:30 മുതൽ ഏതാണ്ട് 9:30 വരെ നീണ്ടുനിന്ന ഒരു സമര പരമ്പര അരങ്ങേറുകയും ചെയ്തത്. ഹാഷ്മി, ഓക്കെ. സമീർ സി മുഹമ്മദ് കൂടി ചെയ്യുന്നുണ്ട് താമരശ്ശേരിയിൽ നിന്നും. സമീർ, അങ്ങേയറ്റം സങ്കടകരമാണ്. എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോയി പരീക്ഷ എഴുതേണ്ട മിടുക്കനായ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. എന്താണ് കോൺഫിഡൻസിന് കാരണം? മോഡൽ പരീക്ഷയിൽ അവൻ നേടിയ വളരെ മികച്ച മാർക്കാണ്. ഇംഗ്ലീഷ് ഭാഷാസ്വാധീനം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അടക്കം ഭാഷകളിൽ വലിയ ഇഷ്ടമുള്ള, അത് പഠിച്ച് വലിയ മാർക്ക് മേടിച്ച്. ഓക്കെ, ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. അതിന് മുമ്പ് സമീർ, അപ്പോൾ അങ്ങേയറ്റം വേദനാജനകമായ അന്തരീക്ഷമാണ് ആ വീട്ടിൽ, അല്ലേ? തീർച്ചയായും ഹാഷ്മി, വലിയ സ്വപ്നങ്ങളുമായി വിദ്യാലയത്തിലേക്ക് പോയ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷഹബാസ്. വലിയ പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ്, അതുകൊണ്ട് തന്നെ അവനിൽ തന്നെയായിരുന്നു ആ കുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും. അതാണ് തകർത്തെറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരീക്ഷ നടക്കുന്ന വേളയിൽ വലിയ സങ്കടത്തിലാണ് മുഹമ്മദ് ഷഹബാസിൻ്റെ മാതാപിതാക്കൾ. പ്രത്യേകിച്ചും ആ ഉമ്മ ഇപ്പോഴും എണീറ്റിട്ടില്ല. ഇന്ന് പരീക്ഷ എഴുതുന്നു, ഈ പ്രതികളായ 5 പേരും പരീക്ഷ എഴുതുന്നുണ്ട് എന്നറിഞ്ഞ ശേഷം അവർക്ക് വല്ലാത്ത മാനസികാസ്വാസ്ഥ്യമാണ്. തൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, പക്ഷേ അതിന് കാരണക്കാരായവരാവട്ടെ ഇന്ന് സുഖമായി പരീക്ഷ എഴുതുകയും ചെയ്യുന്നു എന്നറിഞ്ഞതോടുകൂടിയാണ് അവർക്ക് വീണ്ടും ശാരീരിക അസ്വസ്ഥത, മാനസിക അസ്വസ്ഥത വരികയും അവർ എണീക്കാതെ അവിടെ കിടക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നത്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഷഹബാസിൻ്റെ പിതാവ് ഇഖ്ബാൽ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അത്രയേറെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷഹബാസ് ഇന്ന് പരീക്ഷ എഴുതേണ്ടിയിരുന്ന MJ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടുത്തെ എനിക്ക് തൊട്ടുപിറകായിട്ടുള്ള സ്കൂളിലെ 49-ാം മുറിയിലാണ് ഇന്ന് അവൻ്റെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോഡൽ പരീക്ഷയിൽ അവിടെ തന്നെയായിരുന്നു അവൻ്റെ ഇരിപ്പിടം. അതേ ഇരിപ്പിടത്തിൽ പക്ഷേ ഇന്ന് ഷഹബാസ് ഇല്ല. അതിൻ്റെ ഒരു വേദന അധ്യാപകരും സഹപാഠികളും ഒക്കെ പങ്കുവയ്ക്കുന്നു. വലിയ വേദനയാണ്.